പൊതുവായിട്ട് പരിശോധിക്കുമ്പോൾ എല്ലാവരും വിചാരിച്ചത് ഒരു ജനപ്രിയ ബഡ്ജറ്റ് വരും എന്നായിരുന്നു. പക്ഷേ BJP ഗവൺമെൻറ് അവതരിപ്പിച്ച ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് തികച്ചും നിരാശാജനകമായ ഒന്നാണ്. അവരുടെ ഒരു സമീപനം കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഞങ്ങൾ ഇതൊക്കെയാണ് ചെയ്യുക, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നൊരു നിലയാണ്. എന്ന് പറഞ്ഞാൽ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തോടു കൂടി BJP വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുന്നു എന്ന ഒരു മാനസികാവസ്ഥ ഈ ഞങ്ങൾ വന്നതിന് ശേഷം പിന്നീട് ഞങ്ങൾ ബഡ്ജറ്റെല്ലാം അവതരിപ്പിച്ചു കൊള്ളാം എന്ന ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ ബഡ്ജറ്റ് അവതരണത്തിൻ്റെയും അതിൻ്റെ പ്രതികരണത്തിൻ്റെയും ഭാഗമായിട്ട് സാധാരണ ഒരു ആൾ മനസ്സിലാക്കിയാൽ കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് അതാണ്. സംസ്ഥാനങ്ങൾക്ക് കൈമാറ്റം ചെയ്യുന്നതിന് നീക്കിവെച്ച തുക അതിൽ 37,854 കോടി രൂപ ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. 13ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് കേന്ദ്ര നികുതി വരുമാനത്തിൻ്റെ 3.75% തുകയാണ് നീക്കിവെച്ചതെങ്കിൽ കേരളത്തിന് ഇപ്രാവശ്യം 1.97% നീക്കിവെച്ചത്. വലിയ രീതിയിലുള്ള കുറവാണ് വന്നു ചേർന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്നും നികുതി വിഹിതം 60% സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്നുമുള്ള കാഴ്ചപ്പാട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പൂർണ്ണമായിട്ടും നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചത്. കാർഷിക മേഖലക്കും തുക വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഭക്ഷ്യ സബ്സിഡി ഇപ്പോഴും കുറച്ചിരിക്കുകയാണ്. ആരോഗ്യ മേഖലക്കും യഥാർത്ഥത്തിൽ വെട്ടിക്കുറവാണ് അനുഭവപ്പെട്ടത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം അതും കുറച്ചിരിക്കുകയാണ്. UGCക്കുള്ള ഫണ്ടിലും നല്ല വെട്ടിക്കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിലും വലിയ തരത്തിലുള്ള ഇടിവ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുകയാണ്. ആശാ അംഗൻവാടി പ്രവർത്തകരുടെ വേതനത്തിൽ വർധനവുണ്ടാവുമെന്നായിരുന്നു പൊതുവെ ധരിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ ആ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എയിംസ്, റെയിൽവേ പദ്ധതികൾ, കോച്ച് ഫാക്ടറി, വിഴിഞ്ഞം തുറമുഖം, അതിൻ്റെ അനുബന്ധ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലൊന്നും യാതൊരു തരത്തിലുള്ള പരിഗണനയും കേരളത്തിന് ലഭിക്കുകയുണ്ടായില്ല. അപ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങളൊന്നും പരിഗണിക്കാത്ത ഒരു നിലപാടാണ് ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് വന്നത്. റബ്ബർ കൃഷിക്കാർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക മേഖല എന്ന രീതിയിൽ കേരള അതിനെ സംരക്ഷിക്കുന്നതിന് ഇറക്കുമതി ചുങ്കം ഉയർത്തി നിലപാട് സ്വീകരിക്കണം എന്ന് കേരളം ഒന്നടങ്കം ആവശ്യപ്പെട്ട കാര്യവും നടപ്പാക്കാൻ സാധിച്ചില്ല. പ്രവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കേരളം. ആ പ്രവാസികൾക്ക് പ്രത്യേക പാക്കേജ് ഉൾപ്പെടെയുള്ള പദ്ധതി ആവശ്യമാണ് എന്ന കാര്യവും അംഗീകരിക്കപ്പെട്ടില്ല. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രശ്നവും പരിഗണിച്ചില്ല എന്നുള്ളതാണ് ബഡ്ജറ്റ് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ കാണുന്ന കാര്യം. സംസ്ഥാന സർക്കാരിനെതിരെ ശക്തിയായ ഇടപെടലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നീക്കിവെച്ച തുകയിലും നല്ല കുറവാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ രസകരമായ ഒരു കാര്യം,
ഒരു കേന്ദ്രമന്ത്രി തന്നെ കേരളം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുള്ള നമുക്കെല്ലാം അറിയുന്ന ഒരു പദ്ധതിയാണ് കേരള സിൽവർ ലൈൻ. മന്ത്രി പറഞ്ഞിരിക്കുകയാണ് കേരളം ആ പദ്ധതി ഉപേക്ഷിച്ചിരിക്കുകയാണ്, പിന്നെ ഞങ്ങൾ എന്തിനാണ് അതിൻ്റെ മേലെ നിലപാട് സ്വീകരിക്കുന്നത് എന്നാണ്. മന്ത്രിമാരും ഗവർണറെ പോലെ തന്നെ കളവോറിയാണ്. കേരളത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള പദ്ധതിയിലൊന്ന് കേരളയിലാണ്. അത് സംയുക്ത സംരംഭം എന്ന നിലയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ഏകപക്ഷീയമായിട്ട് കേരളത്തിനെതിരായി ആരോപണം ഉന്നയിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും ആളുകൾ വിശ്വാസത്തിലെടുക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഏത് നിമിഷവും കേരളയിൽ പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറായിട്ടുള്ള ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. അത് ഉപേക്ഷിക്കുന്ന പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. അത് കേരള ഗവൺമെൻറ് ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് ശുദ്ധ കളവാണ്. അതിവിടെ ആവർത്തിച്ച് പറയുന്നതിന് യാതൊരു പ്രയാസവുമില്ലാത്ത ഒരു നിലപാടാണ് നമ്മൾ കണ്ടത്.